ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ തോരനായിട്ടാണ്. നല്ല ബീൻസ് മുട്ടത്തോരനാണ്. നമ്മൾ ബീൻസൊക്കെ സാധാരണ തോരൻ വെക്കാറുണ്ട്, എന്നാൽ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഒരു മുട്ടയ്ക്കും കൂടെ ഒക്കെ ചേർത്ത് ബീൻസ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പോലും ഇഷ്ടമാവുന്ന തരത്തിലുള്ള ഒരു ബീൻസ് തോരനാണിത്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു തോരനാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് വെറും 5 മിനിറ്റ് പോലും വേണ്ട, അത്രയും സ്വാദും. സാധാരണ നമ്മൾ ബീൻസ് തോരനൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ നിറമൊക്കെ ഒന്ന് മങ്ങാറൊക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ ആ നിറമൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ബീൻസ് മുട്ടത്തോരനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ നോക്കുക, അതാണ് കുറച്ചും കൂടെ സ്വാദ് വരിക. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പച്ചമുളക് ഇച്ചിരി കൂടുതൽ എടുക്കാൻ നോക്കണം, കാരണം നമ്മൾ മുളക് പൊടി അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല എരിവിനായിട്ട്. പിന്നെ ഇതാ ഞാൻ ഒരു ഉണക്കമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. ഈ ഒരെണ്ണം എടുക്കാൻ കാരണം ഇത് അത്യാവശ്യം എരിവുള്ള ഉണക്കമുളക് ആയതുകൊണ്ടാണ്. ഇനിയിപ്പോൾ എരിവ് ഇച്ചിരി കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് 1, 2, 3 ഒക്കെ നിങ്ങൾക്ക് കൂട്ടി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു ചെറുതായിട്ടൊന്ന് വഴറ്റി ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു അത്യാവശ്യം ഒരു മീഡിയം സൈസ്ഡ് എന്ന് പറയാം, അത്രയും വലിപ്പമുള്ള ഒരു സവോള അരിഞ്ഞത് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവോള ഞാൻ ഏകദേശം ഒരു 1 മിനിറ്റോളം ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. കാരണം സവോള നമുക്ക് ഒത്തിരി ഇങ്ങനെ ഉടഞ്ഞു പോകേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് വഴന്നാൽ മാത്രം മതിയാവും. ഇനി ഇതിനകത്തോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബീൻസ് തോരൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും കറിവേപ്പില ചേർക്കാൻ ശ്രമിക്കണം. മറ്റുള്ള തോരന് ഇച്ചിരി കറിവേപ്പില ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ബീൻസ് തോരന് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ടേസ്റ്റ് കൊടുക്കുന്നതാണ് ഈ കറിവേപ്പില. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 1/2 ടീസ്പൂണോളമുള്ള വെളുത്തുള്ളി കുനുകുനാന്ന് അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരിക്കലും വെളുത്തുള്ളി വലുതായിട്ട് അരിയരുത്, വളരെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുക. പിന്നെ ഇതേ പറഞ്ഞ പോലെ ഒരു 1/2 ടീസ്പൂൺ, അതായത് ഒരു വെളുത്തുള്ളി, അത്യാവശ്യം ഒരു അല്ലി വെളുത്തുള്ളിയുടെ ഒരു പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരിക്കലും വെളുത്തുള്ളിയുടെ ആ ഒരു ക്വാണ്ടിറ്റി കൂടാൻ പാടില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനുശേഷം ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഏകദേശം ഒരു 200 ഗ്രാമോളമുള്ള ബീൻസാണ്. ബീൻസ് നന്നായി കഴുകി എന്നിട്ട് ഞാനതൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ബീൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക, തീർച്ചയായിട്ടും ഇടേണ്ട ഒന്നാണ് തേങ്ങ ചെരുകിയത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചെരുകിയതാണ് ചേർക്കുന്നത്. ഏകദേശം ഒരു 1/4 കപ്പോളം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം. ഞാൻ സവോളയിൽ നേരത്തെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ അതും കൂടെ കണക്കിലാക്കി ഞാൻ ഇപ്പോൾ ഉപ്പ് അത്യാവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 ടീസ്പൂണേക്കാളും ഇച്ചിരി കൂടുതൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ബീൻസ് തോരൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. നമുക്ക് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മാത്രം മതിയാവും. അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ബീൻസിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബീൻസിൻ്റെ ആ ഒരു പച്ചനിറം നമുക്ക് നിലനിർത്താൻ പറ്റത്തില്ല. അത് മാത്രമല്ല ഇതിനകത്തുള്ള ആ ഒരു ക്രിസ്പി ആയിട്ട് ഇരിക്കത്തുമില്ല. ഇത് ഇച്ചിരി ഒരു ക്രിസ്പി ആയിട്ട് കടിക്കാൻ കിട്ടുന്നതാണ് ബീൻസ് തോരനൊക്കെ നമുക്ക് കഴിക്കാനൊക്കെ നല്ലത്. അപ്പോൾ ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചിരി ഡ്രൈ ആയിട്ട് പോലെ തോന്നി. അന്നേരം ഞാൻ ഇതുപോലെ കയ്യിൽ ഇച്ചിരി വെള്ളം എടുത്തിട്ട് ഒന്ന് തളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്രയും മതിയാവും. ഞാനിപ്പോൾ ഈ തളിച്ച പോലെ ഒന്ന് തളിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ നമുക്കൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നിർത്താതെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ബീൻസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ മൂടി ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. നമുക്ക് മൂടി വെക്കേണ്ട കാര്യമില്ല. ഇതുപോലെ തുറന്ന് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ നിറമൊക്കെ നിലനിർത്താനും പറ്റും. കാണാനും അതുപോലെ ടേസ്റ്റിനും ഒരു കോംപ്രമൈസും ഇല്ലാത്ത നല്ല ഭംഗിയുള്ള ടേസ്റ്റുള്ള ബീൻസ് തോരൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഏകദേശം ഞാനൊന്ന് ടേസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വെന്തിട്ടൊക്കെ ഉണ്ട് അത്യാവശ്യം. ഇനി ഇതിനകത്തോട്ട് 2 മുട്ട ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. മുട്ട ഒഴിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ആ ഒരു പാത്രത്തിൻ്റെ സെൻറ്ററിൽ ഇച്ചിരി സ്പേസ് ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുക്കോട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിതിനകത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ സൂപ്പർ സ്വാദാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ആ മുട്ട ഞാൻ ചിക്കി പൊരിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഉറച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതുപോലെ ഒന്ന് പൊരിക്കുന്നത്. നമ്മളിതിപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീൻസിലൊക്കെ ഒത്തിരി അങ്ങോട്ട് കോട്ടിങ് പോലെയായിപ്പോവും ഈ മുട്ട. അപ്പോൾ അതൊരു സുഖമില്ല കഴിക്കാനായിട്ട്. ബീൻസിൻ്റെ ആ ഒരു തനി സ്വാദ് നമുക്ക് കഴിക്കാൻ ഒരു ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ നടുക്കിൽ തന്നെ മുട്ട നന്നായിട്ട് നമുക്കൊന്ന് ചിക്കി പൊരിക്കാം.
ഇതാ അപ്പം മുട്ടയൊക്കെ ഇനി നമുക്ക് അത് അത്യാവശ്യമൊക്കെ അതിങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഒരുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ പോലെ ആ ബീൻസൊക്കെ നമുക്ക് തനിച്ച് കെടുക്കുകയും ചെയ്യും, മുട്ട തനിച്ചും കെടുക്കുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ട സെപ്പറേറ്റ് ആയിട്ട് പൊരിച്ചിട്ടാണെങ്കിലും ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് 1 മിനിറ്റോളം എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ മിക്സൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ഉപ്പൊക്കെ കറക്റ്റാണ്. നല്ല സ്വാദാണ് കഴിക്കാനായിട്ട്. നമ്മുടെ കളറൊക്കെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഒരു മാറ്റവും വന്നിട്ടില്ല. നല്ല പച്ച കളറായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലൊക്കെയാണ് ഈ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാറില്ലേ അതെങ്ങനെ ഇവർക്ക് മാത്രം ഇത്ര നല്ല നിറത്തിലൊക്കെ കിട്ടണം എന്നുള്ളത്. അതിൻ്റെ ഒരു കൊച്ചു സൂത്രം ഇതാണ്. വെള്ളം ചേർക്കാതിരിക്കുക, പിന്നെ മൂടി വെച്ചിട്ട് തന്നെ നന്നായിട്ട് തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ ഇനി ഞാനിതൊരു സെർവിങ് പാത്രത്തിനകത്തോട്ടൊന്ന് മാറ്റുവാണ്. അപ്പം ഞാനിതൊരു സെർവിങ് ബൗളിനകത്തോട്ട് മാറ്റിയെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല സ്വാദുള്ള ഒരു തോരനാണ്. പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റിനകത്ത് തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സ്വാദ് ഏറിയിട്ടുള്ള, ഞാൻ പറഞ്ഞ പോലെ ബീൻസ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പോലും ഇഷ്ടപ്പെടും. ഈ ഒരു തോരൻ മാത്രം മതി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.